മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുളത്തൂർ പുഴയിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അലീന മനുവിനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം അടുത്ത വിശേഷവുമായിട്ട് അടുത്ത കോളിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുകയാണ്. ആ ഒരു സമയത്ത് മനുവിന് എത്രയും പെട്ടെന്ന് അലീനയെ കാണണമെന്നുള്ള ആഗ്രഹം വരികയും കുളത്തൂർ പുഴയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അതേസമയം നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. എൻ്റെ മകൾ 23 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതൊരു ജീവിതം, അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പച്ച, ഈ ഒരു സങ്കടം എനിക്ക് താങ്ങാനാവുന്നില്ല, എനിക്ക് 2 അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനെയും കൂട്ടിയിട്ട് 2 അടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഔതപ്പച്ചനാണെങ്കിൽ ആ സമയത്ത് എനിക്ക് വേണ്ട മോനെ, ഇന്നിനിപ്പോൾ അടിച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ മകളെ പേടിയായിരിക്കും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പേടിച്ചിട്ടൊന്നുമല്ലടേ, നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നീ കുടിച്ചോ, ഞാൻ കൂട്ടിയിരുന്ന് തരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പൗലോസിനോട് അതിലേക്കുള്ള ടച്ചിങ്സിനായിട്ട് ചിക്കനൊക്കെ പൊരിച്ച് തരാൻ വേണ്ടിയിട്ട്, ചുട്ട് തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സ്റ്റാൻലി കുടിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ കുടിച്ച് പകുതി ആയപ്പോഴേക്കും സ്റ്റാൻലിയുടെ മനസ്സിലുള്ള ആ ഒരു വികാരങ്ങളൊക്കെ പുറത്തോട്ട് വരികയാണ്. എൻ്റെ മകളുണ്ടല്ലോ അപ്പച്ച, അവൾ ബുദ്ധിമതിയാണല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ ബുദ്ധിമതിയാണ്, നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുകയാണ്. എൻ്റെ മകളുടെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി പ്രിൻസസ് ഓഫ് കുളത്തൂർ പുഴ എന്നാക്കാൻ പോവുകയാണ്. കാരണം ഇതുവരെ അലീന എന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടു, അനുഭവിച്ചു. പക്ഷേ ഇനി അതൊന്നും പറ്റത്തില്ല. എൻ്റെ മകൾ രാജകുമാരിയെ പോലെ ഇവിടെ വാഴണം, എന്നിട്ട് ഒരു രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും വേണം. അത് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ വിവാഹം തന്നെ നടത്തണം, ഒരു രാജകുമാരനെ തന്നെ കണ്ടെത്തി അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പറയുന്നതൊക്കെ അലീന കേൾക്കുകയാണ്. ഒരു കല്യാണം നടത്തണം എന്നുള്ള ആ ഒരു ഇതൊക്കെ അലീന കേൾക്കുന്ന സമയത്ത് മനുവേട്ടൻ്റെ കാര്യം തുറന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുമോ, ഇനിയിപ്പോൾ അതും പറ്റാത്ത അവസ്ഥയുണ്ടാകുമോ എന്നുള്ള ആ ഒരു ചിന്തയും പേടിയും അലീനയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ ആ സമയത്ത് ഔതപ്പച്ചൻ പറയുന്നുണ്ട്, എന്തായാലും നീ എന്തൊക്കെ തീരുമാനിക്കുമ്പോഴും അവളോട് തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. അവൾക്കും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിന്നെപ്പോലെ ആർഭാട ജീവിതമോ ധൂർത്തൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നല്ലതുപോലെ അവളുടെ ഇഷ്ടമനുസരിച്ചും ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ അവളുടെ ഇഷ്ടം നോക്കിയാൽ എൻ്റെ ആഗ്രഹം നടക്കത്തില്ല അപ്പച്ച. 23 വർഷങ്ങൾ അവൾ ജീവിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ വളരേണ്ട പെൺകുട്ടിയായിരുന്നു എൻ്റെ മകൾ, ഒരുപാട് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് സ്റ്റാൻലി. പക്ഷേ ഇതൊക്കെ നമ്മുടെ അലീന കേൾക്കുന്നുണ്ടായിരുന്നു. അലീനയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.